Hello, good afternoon. Afternoon. Yeah. കേക്കണ്ടോ പറയുന്നത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ഓക്കെ, സോ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് എടുക്കാന്ന് അല്ലെ? റെഡിയാണോ എല്ലാവരും? പുതിയ ചാപ്റ്റർ എടുത്ത് വെക്കാട്ടാ. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഏതാ ചാപ്റ്റർ എടുക്കുന്ന പറഞ്ഞേ? യെസ്, ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, PM എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുക്കാന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, റെഡി ആണോ നോക്കുക? ബുക്കൊക്കെ കയ്യിലുണ്ടോ? ചാപ്റ്റർ കിട്ടിയോന്നൊക്കെ നോക്കുക. എന്താണ് ടാലന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? അതായത് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ. The people, those who are working in an organization may have some different talents, so they have to be compensated according to the talents. അല്ലെ? നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവര് ചെയ്യുന്ന ജോലി, ആ ചെയ്യുന്ന ജോലി കൂടാതെ ഒരുപാട് ടാലന്റുകളൊക്കെ ഉണ്ടാകും അല്ലെ? ആ ടാലന്റുകളെ, നല്ല നല്ല ടാലന്റുകൾ കണ്ടെത്തുക, അത്തരം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കണം. എംപ്ലോയീസ്, ഹൗ ദേ ആർ ടാലന്റഡ്, വാട്ട് ഈസ് ദെയർ ടാലന്റ്, അവരുടെ സ്കില്ല്, ടാലന്റ്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, തീർച്ചയായിട്ടും ഒരു എംപ്ലോയീസിന്റെ ടാലന്റ് കൂടിയേണ്ടിയിരിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് ഇപ്പൊ നിലവിലുള്ളതും എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഒരു ബിസിനസിന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം. അപ്പൊ ആ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്കിൽ ഓഫ് അട്രാക്ടിങ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്. അതായത് ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് നല്ല ഹൈ ആയിട്ടുള്ള എന്താ പറയാ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈ സ്കിൽസ് ഉള്ള വർക്കേഴ്സിനെ കണ്ടെത്തുക. എന്നിട്ട് ഇത് കണ്ടെത്തുമ്പോ എന്താ പറയാ പുതിയതും അതുപോലെ തന്നെ ഇവിടെ നിലവിലുള്ളത്, ഇപ്പൊ നമുക്കുള്ള എംപ്ലോയീസും അതല്ലാതെ പുതിയതായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിലവിലുള്ളതും അതുപോലെ തന്നെ പുതിയതുമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ അട്രാക്ട് ചെയ്ത് ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ആൻഡ് കറന്റ് ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക എന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഒരുപാട് എന്താ പറയാ എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ എന്താ പറയാ കൊടുത്തിരിക്കുന്ന ജോലി മാത്രം ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളുടെ ബിസിനസ്, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിലവിലുള്ള വർക്കേഴ്സും എംപ്ലോയീസും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുമ്പോ വരുന്ന പുതിയതായിട്ട് വരുന്ന ന്യൂ എൻട്രൻസ് ഉണ്ട്, പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് അവരുടെ സ്കില്ലൊക്കെ നല്ല രീതിയിൽ കണ്ടെത്തി അത്തരം സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്കിൽ. അത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് വായിക്കുന്നത്. അത് എന്ന് പറയുന്നത് സ്കിൽസ് ഓഫ് അട്രാക്ടിങ്, അതായത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്.
അതായത് നമുക്കിപ്പോ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും വേക്കൻസി വന്നു. ഈ വേക്കൻസി വരുമ്പോ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ തരുന്നു. അപ്പൊ നമ്മൾ അവരുടെ ആപ്ലിക്കേഷനും റെസ്യൂമേ ഒക്കെ നോക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, ആദ്യം വന്നിരിക്കുന്ന 5 പേരെ നമ്മൾ അവർ സെലക്ട് ചെയ്ത് നമ്മുടെ 5 വേക്കൻസി ഫില്ല് ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെയല്ലല്ലോ ചെയ്യാം. ഈ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നല്ല ടാലന്റഡ് ആയിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെ, എല്ലാ രീതിയിലും ക്വാളിഫിക്കേഷൻ പ്ലസ് ഒത്തിരി നല്ല കഴിവുകൾ അവരുടെ റെസ്യൂമേ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് പുതിയ പുതിയ നല്ല നല്ല വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്യുകയും നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൂടി നമ്മളുടെ ഇതിനകത്ത് ചേർത്ത് ഇവരെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് സമഗ്രമാക്കി ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ ഗോൾസും അതുപോലെ കറന്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കുക. അതാണ് ഉദ്ദേശം. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് വർക്കേഴ്സിന് ജോലി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം, അല്ലെ. കുറെ ജോലിക്കാരെ ജോലി കൊടുത്തു, അല്ലെ, എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അതല്ല ലക്ഷ്യം. ബിസിനസ്സുകാരുടെ ലക്ഷ്യം എന്താണ്? ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. അതിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം ഉണ്ടാക്കുക പരമാവധി. അപ്പൊ ഈ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള പല ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ എംപ്ലോയീസ് നല്ല സ്കിൽഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ വരുന്ന പുതിയ എംപ്ലോയീസ് ആയിക്കോട്ടെ, നിലനിൽക്കുന്ന എംപ്ലോയീസിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരെ നമുക്ക് റീറ്റെയിൻ ചെയ്യണം, അവിടെ തന്നെ നിലനിർത്തണം. മനസ്സിലായോ? ചില വർക്കേഴ്സ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ജോലിക്ക് കയറുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവിടുന്ന് പോകുന്നു. സ്വമേധയാ വോളണ്ടറിലി പോകാം, ചിലപ്പോൾ പറഞ്ഞു വിടാം. എന്താ കാരണം? അവരുടേതായ സ്കിൽസ് നമുക്ക് ഉദ്ദേശിച്ച സ്കില്ല് അവരിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും. അപ്പൊ നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരെ നമുക്ക് അവിടെ റിട്ടൈൻ ചെയ്യണം, പുതിയവരെ അട്രാക്ട് ചെയ്യണം. ഇന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആളുകൾക്ക് തോന്നണം. ബിക്കോസ് അത് ആ ഓർഗനൈസേഷന്റെ ഗുഡ് വില്ലാണ്. ആളുകള് പബ്ലിക് നമ്മളുടെ വേക്കൻസി കാണുമ്പോൾ ആ ഓർഗനൈസേഷനിൽ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസ്യൂമേയും ആപ്ലിക്കേഷനും അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഫേമിന്റെ ഗുഡ് വില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അല്ല, ഒരു എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തുന്നു, അത് അത്ര നല്ലതാണോ, പുറത്തൊരു നെഗറ്റീവ് ഇമേജ് ഒക്കെ ഉള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ പോയിട്ടൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ ഒത്തിരി സാലറി തരാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും വരുന്നു വരില്ല. അപ്പൊ ഇറ്റ് ഈസ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഫേമിന്റെ ഗുഡ് വില്ലാണ് ഇതുപോലെ നല്ല ആളുകളെ അട്രാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എടുക്കുന്ന എംപ്ലോയീസിനെ നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു എബിലിറ്റി, ആ ഒരു സ്കിൽ, അതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടാലന്റ് മാനേജ്മെന്റില് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പോയിന്റ് ഓഫ് വ്യൂല് ടാലന്റ് മാനേജ്മെന്റ് എന്താണെന്ന് ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യം അവരൊരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് HR മാനേജറിന്റെ കീ ടാസ്ക്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ടാസ്ക് ആണല്ലോ പുതിയ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട്മെന്റ് മുതൽ റിട്ടയർമെന്റ് വരെയുള്ള A to Z എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യുന്നതാരാ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് വരുന്നതും പഴയവരുള്ളവരും എല്ലാവരുടെയും ഹ്യൂമൻ റിസോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിലെ HR മാനേജറിന്റെ കീ ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവർ ചെയ്യേണ്ട കാര്യം? ഒന്ന്, ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്. അവർ കണ്ടെത്തേണ്ട എംപ്ലോയീസ് എങ്ങനെയുള്ളത്? ആരെങ്കിലും ജോലിക്ക് എടുത്താൽ പോലെ നമ്മളുടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ കിട്ടുന്ന ആപ്ലിക്കേഷനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ലോട്ടറി എടുക്കുന്ന പോലെയോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അവരുടെ ആപ്ലിക്കേഷൻസ്, അവരുടെ റെസ്യൂമേ, ഇഫ് എക്സ്പീരിയൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, എക്സ്പീരിയൻസ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എംപ്ലോയിന് ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻസ് എടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളത് HR-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ആണ്. പിന്നെന്താ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് നോക്കുന്നു. അതിനുശേഷം അവരെ അത്തരം എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് നമുക്ക് വാങ്ങിക്കണം. അത്തരം എംപ്ലോയീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? You have to offer better salary കൊടുക്കണം. കാരണം സ്കിൽഡ് ആൻഡ് ടാലന്റഡ് എംപ്ലോയീസിന് തീർച്ചയായിട്ടും നല്ല സ്കില്ലും ടാലന്റും ഒക്കെ ഉള്ളവർക്ക് അവർക്ക് they can demand their own salary, അല്ലെ? അവർക്ക് അവരുടെ ഇപ്പൊ നമ്മളുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യും, ഞാൻ ഇത്ര സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്ര വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് കയറുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം, അവരെ വാങ്ങിക്കണം, നേടിയെടുക്കണം. അതാണ് അടുത്ത ടാസ്ക് HR-ന്റെ. മനസ്സിലായ? HR മാനേജറിന്റെ മറ്റൊരു ടാസ്ക് ആണ് റീറ്റെയിനിങ് ദ ടാലന്റഡ് എംപ്ലോയീസ്. റീറ്റെയിൻ ചെയ്യുക അവരെ.
അതായത് വരുന്ന ടാലന്റഡ് എംപ്ലോയീസ് കുറച്ച് ദിവസം ജോലി ചെയ്തു, ഇത് പോരാ, ഇത് എന്റെ കഴിവിന് ഒത്ത രീതിയിലുള്ള സാലറി ഇല്ലാന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺസ് പറഞ്ഞ് അവര് പോകാൻ നോക്കും അല്ലെ. അപ്പൊ അതില്ലാതെ അവരെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യിക്കാനുള്ള ടാസ്കും ആരുടേതാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റേതാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് HR മാനേജറിന്റെ കീ ടാസ്കുകൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടാസ്കുകളാണ്. ഒന്ന് ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്, രണ്ടാമത്തേത് അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. ടാലന്റഡ് ആണ്, എല്ലാവരും ടാലന്റഡ് ആയിട്ടുള്ളവരെയാണ് കണ്ടെത്തേണ്ടതും അവരെ വാങ്ങിയെടുക്കേണ്ടതും അതുപോലെ നേടിയെടുക്കേണ്ടതും അതുപോലെ തന്നെ അവരെ നിലനിർത്തേണ്ടതും. മനസ്സിലായോ? ഈ ഒരു ഡയഗ്രാം ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം. അതിന്റെ ചിലപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യാനോ ഡാഷിട്ടോ ഒക്കെ വരും. മനസ്സിലായോ? ടാലന്റ് മാനേജ്മെന്റിന്റെ HR പോയിന്റ് ഓഫ് വ്യൂവിലുള്ള HR മാനേജറുടെ കീ ടാസ്കുകളാണ് നമ്മൾ ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ പറഞ്ഞത്. സൗണ്ട് ഉണ്ടല്ലോ അല്ലെ? സൗണ്ട് ഉണ്ടോ? ഇവിടെ സാധനങ്ങൾ നീങ്ങുന്നു, അതെന്താണോ? യെസ്, നോക്കാം. അപ്പൊ അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കട്ടാ. സോ അപ്പൊ അങ്ങനെയുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ ഈ മിക്ക കമ്പനീസും, അതായത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ദോസ് ഹു ആർ ഇൻവോൾവ് ഇൻ ടാലന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി, അത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാൽ മാത്രം പോരാ. കുറെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് അവരെ നമുക്ക് അക്വയർ ചെയ്യണം, അവരെ നിലനിർത്തണം. അങ്ങനെയുള്ള ആളുകൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആകുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഷിഫ്റ്റ് ദെയർ ഡ്യൂട്ടീസ്. അത് എന്ത് ചെയ്യുന്ന അറിയാമോ? അവരുടെ ആ ഡ്യൂട്ടീസ്, എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റില് എന്ത് ചെയ്യും? എല്ലാ മാനേജേഴ്സിനും അവർ പ്രൊവൈഡ് ചെയ്യും. ആ കമ്പനിയിലുള്ള എല്ലാ മാനേജേഴ്സിനും എന്ന് വെച്ചാൽ ഓരോ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലും അവരുടേതായ മാനേജിങ് ഒരാളുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസ്, എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് അങ്ങോട്ട് കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാലന്റഡ്, അവരുടെയൊക്കെ ടാലന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാ ടാലന്റുകളെയും കൊണ്ടുവരിക, പുറത്തു കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതായത് ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു വലിയ ക്യാപിറ്റലാണ്. കാരണം എന്താ, ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരു വലിയ അസറ്റ് എന്നോ ക്യാപിറ്റൽ, ഒരു മൂലധനം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു മൂലധനമാണ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ ധനം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റിനെ അല്ലെങ്കിൽ എന്താ പറയാ എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തി അവർക്ക് എന്താ പറയാ ഈ എംപ്ലോയീസിന് എന്താ പറയാ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ HR ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മാനേജേഴ്സ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക, ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുക, ആ ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? കമ്പനീസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ എ talent management strategy tend to shift the duties of employees from the human resource. ഹ്യൂമൻ റിസോഴ്സുകളാണ് എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, നടത്തുന്നതൊക്കെ. പക്ഷേ ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ആ ത്രൂ ഔട്ട് ദ കമ്പനിയിലെ മാനേജേഴ്സിനൊക്കെ അത്തരം ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആളുകളുടെയും ടാലന്റുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് കൂടുതലായിട്ട് നമുക്ക് താഴെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു അങ്ങനെ എല്ലാ ഹ്യൂമൻ റിസോഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? മാനേജ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? HCM ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക് കേട്ടാ. HCM. ഇനി അതെങ്ങനെയാണ് ഈ പറയുന്ന ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ടാലന്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഇത് നടത്തപ്പെടുന്നത്? എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യണം, അവരെ മാനേജ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ടാലന്റ്സ്. എല്ലാവർക്കും ഒരേപോലത്തെ ടാലന്റ് അല്ല ഉള്ളത്. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും ദേ ഹാവ് ഡിഫറെന്റ് ടാലന്റ്സ്, പല ടാലന്റുകളുണ്ട്. സോ ആ ടാലന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരാളുടെ മുഖത്തൊന്നും എഴുതി വെച്ചല്ല എനിക്ക് എന്ത് കഴിവുണ്ടെന്ന്. ഓരോരുത്തരുടെ മുഖത്തില്ല. ദേ ഹാവ് ടു carry out some studies, ചില എക്സാമിനേഷൻസ്. ഇവര് ജോലി ചെയ്യുമ്പോൾ അവരെ ഒന്ന് പഠിക്കണം. അവരുടെ എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ സ്കില്ല്, അവരുടെ ടാലന്റ്, അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റീസ്, പിന്നെ അവരുടെ ക്യാരക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതിന്റെ പിന്നാലെ നോക്കി നടന്ന് ഇത് മാനേജ്മെന്റ് ഒന്നും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരവരുടെ മാനേജേഴ്സ് ഉണ്ട്. ആ മാനേജ് ചെയ്യുന്ന ആളുകൾ they can find out what are the skills, talent, personality, character in each and every people. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഈ ടാലന്റുകളും ക്യാരക്ടറും ഒക്കെ മനസ്സിലാക്കാനായിട്ട് അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ മാനേജേഴ്സ് എന്ത് ചെയ്യുക, അത് നോക്കുക. അപ്പൊ ആ കാര്യങ്ങൾ അവരുടെ നിന്ന് കണ്ടുപിടിക്കാനും അതനുസരിച്ച് they can fill the vacancies. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന വേക്കൻസീസ് വരുമ്പോൾ അവിടെയൊക്കെ ഫില്ല് ചെയ്യുക. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസിലും മിക്കവാറും ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ ഏതെങ്കിലും ഫീൽഡിലോ വേക്കൻസി വരികയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം, ആ വേക്കൻസി അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മനസ്സിലായോ, നമ്മുടെ അതേ ഓർഗനൈസേഷനിൽ തന്നെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ മറ്റേതെങ്കിലും ഫീൽഡിൽ നിന്നോ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് വേറെ എന്താ പറയാ എംപ്ലോയീസിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ആ സ്ഥലത്ത് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ നോക്കും. അപ്പൊ അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കണമെന്ന് നമുക്ക് എന്താ പറയാ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽസിന്റെ ഈ പറയുന്ന പേഴ്സണാലിറ്റിയും ക്യാരക്ടറും സ്കില്ലും ഒക്കെ അവരെ എക്സാമിൻ ചെയ്ത് അവരെ പഠിച്ച് മനസ്സിലാക്കണം. എന്നാലാണ് കമ്പനിക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ ഇഫ് ദേ ആർ കേപ്പബിൾ, അവിടെയുള്ള എംപ്ലോയീസ് കേപ്പബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അത്തരം വേക്കൻസി അവിടെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. അതർവൈസ് വി ഹാവ് ടു എന്താ പറയാ അല്ലെങ്കിൽ അക്വയർ ഫ്രം ഔട്ട്സൈഡ്, അതായത് മറ്റ് പുറത്തുനിന്ന് ഏതെങ്കിലും എന്താ പറയാ പല രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള രീതിയുണ്ട് അല്ലെ. നമുക്ക് അഡ്വർടൈസ് ചെയ്യാം, ഓൺലൈൻ സൈറ്റുകൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഏത് രീതിയിലാണോ അതനുസരിച്ച് ആളുകളെ സെലക്ട് ചെയ്യുക. അപ്പൊ ഓരോ എംപ്ലോയീസിന്റെ ടാലന്റ് പഠിച്ച് മനസ്സിലാക്കി അവരുടെ ടാലന്റ് മാത്രമല്ല അവരുടെ സ്കില്ലുകള് അവരുടെ കഴിവുകൾ അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു വേക്കൻസി സാധാരണ ഒരു കമ്പനിയിൽ ഫിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? എങ്ങനെയാണ് ടാലന്റ് മാനേജ്മെന്റ് ആളുകളിലെ ഡിഫറെന്റ് ടാലന്റ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതിന്റെ ആ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ഈസ് basically concerned with the coordinating, collaborating and managing different talents of the people have to offer with their company. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിഫറെന്റ് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു കമ്പനിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ മാനേജ് ചെയ്തൊക്കെ അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടാലന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ദിസ് ഈസ് ക്യാരിഡ് ഔട്ട്. ദിസ് എന്ന് മാറ്റി അവിടെ ടാലന്റ് മാനേജ്മെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് എന്നാക്കണം കേട്ടോ. ദിസ് ഈസ് എന്ന് പറഞ്ഞ് പഠിക്കരുത്, ആ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അതായത് ആ പാരഗ്രാഫിലെ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. അതില് ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് എന്ന് മാറ്റി അവിടെ മാറ്റണ്ട, നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചോളണം. Talent management is carried out by studying and examining each individual on the basis of their skill, talent, personality, and character in relation to filling a particular vacancy within the company. Underline ചെയ്തോ? Okay. So every individual have their own skill. അല്ലെ, അതുകൊണ്ട് തന്നെ they are the challenging part of a company. ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കഴിവുകൾ ഒരുപാട് സ്കിൽസ് ടാലന്റ്സ് ഉള്ള ഒത്തിരി എംപ്ലോയീസിനെ അവർക്ക് അവരുടെ മുമ്പിൽ വരും. സോ അപ്പൊ അങ്ങനെ വരുമ്പോ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ടു അപ്പോയിന്റ് ആൻ ഇൻഡിവിജ്വൽ to fit who is fit for the company and also their current and their future needs. അതായത് ഒരു കമ്പനിയുടെ ഇപ്പോൾ ഉള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ആളുകളെ സെലക്ട് ചെയ്യും എന്നുള്ള ഒരു ചാലഞ്ചിങ് ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞ കമ്പനികൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. കാരണം എവറി പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഡിഫറെന്റ് സ്കിൽസ് ആൻഡ് ടാലന്റ്സ്. കാരണം എന്താ, എല്ലാവർക്കും അവരവരുടേതായ കഴിവുണ്ട് ഒത്തിരി. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയാ, നമ്മളിപ്പോ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫർ ആളുകളോട് അഡ്വർടൈസ് ചെയ്തു, മീഡിയാസിലൂടെയോ ടെലിവിഷനിലൂടെയോ ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ജേർണൽസ് ഒക്കെ ഉണ്ട്, പുസ്തകങ്ങൾ അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓഫർ കൊടുത്തു, അല്ല അഡ്വർടൈസ്മെന്റ് ചെയ്തു. അത് വായിക്കുന്നവര് കാണുന്നവര് കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ എന്താണ് ഭയങ്കര ടാലന്റഡ് ആണ്, ഒത്തിരി കഴിവുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് റെസ്യൂമേല്.
അപ്പൊ അടുത്തത് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ. അപ്പൊ ഇറ്റ് ഈസ് വെരി ചലഞ്ചിങ്. അവർക്ക് ആരെ സെലക്ട് ചെയ്യണം, ആരെയാണ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതൊരു ചലഞ്ചിങ് ടാസ്ക് ആണ്. പക്ഷെ എപ്പോഴും അവർ നോക്കുന്നത് അവരുടെ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ കൾച്ചറിന്, കമ്പനിയുടെ കറണ്ട് ആൻഡ് ഓൾസോ ഫ്യൂച്ചർ കൾച്ചറിന് യോജിച്ച ആളുകളെ എടുത്തിട്ടാണ് അവരുടെ വേക്കൻസി ഫില്ല് ചെയ്യുക. അതാണ് അവർക്ക് പറ്റുള്ളൂ. സോ ഇഫക്റ്റീവ് ആയിട്ട് HR പോളിസി ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനും ദേ ഹാവ് ദെയർ ഓൺ പ്രൊസീജിയേഴ്സ്. എങ്ങനെയാണ് ഈ പറയുന്ന ആളുകളെ കണ്ടെത്തുന്നത്, കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളെ നമുക്ക് എങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇഫക്റ്റീവ് ആയിട്ട് നടക്കുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായി? ഹ്യൂമൻ റിസോഴ്സുകളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ നല്ല രീതിയിലുള്ള ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ they can find more talented employees, individuals and also appoint them. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റും, അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ ആ സെന്റൻസ് രണ്ടെണ്ണം. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞേക്കുന്ന ടാലന്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ള ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത് പറയുന്നത്. അതിന്റെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. ഈ ടാലന്റ് മാനേജ്മെന്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികൾ, എല്ലാ കമ്പനികളും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. മിക്ക ഓർഗനൈസേഷൻസിലും അവിടുത്തെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് വേണമെന്ന് എന്താ പറയാ വാശി പിടിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ വെറുതെ കുറെ എംപ്ലോയീസിനെ ജോലി കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഏതെങ്കിലും മാറ്റി പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുമ്പോ അതനുസരിച്ചിട്ട് വീണ്ടും ആളുകളെ മാറ്റേണ്ടി വരും. അങ്ങനെ പറ്റാതെ ഇപ്പൊ നിലവിൽ നമുക്കുള്ള വേക്കൻസി ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള നല്ല ടാലന്റഡ് ഫ്യൂച്ചർ നീഡ്സിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുക. അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അത് ശ്രദ്ധിച്ചാണ് ചെയ്താൽ മാത്രമാണ് ഇൻഡിവിജ്വൽസിനെ അങ്ങനെയുള്ളവരെ കണ്ടെത്താനും നല്ല നല്ല ആളുകളെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ ഇതിനകത്ത് കൂടുതൽ പറയുന്നത്. ആ ഒരു അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതായത് മനുഷ്യന്മാർക്ക് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതിനൊക്കെ, കാരണം അവര് ധനമാണ്, മൂലധനമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഹ്യൂമനെ. അപ്പൊ ആ മൂലധനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. ആ ധനം വലിയൊരു അസറ്റ് ആണ്. അപ്പൊ അവരെ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ പാളിപ്പോകാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയോ? യെസ്. ഇനി ഒരു കോൺസെപ്റ്റ് ആണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ TM മോഡൽ. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റേതായ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ടാലന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അതൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതിന്റെ ഓർഗനൈസേഷന്റെ ചില സ്ട്രാറ്റജീസ് ആണ് ഫോർ ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റിനുള്ള അവരുടെ സ്ട്രാറ്റജി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം, റിസൾട്ട്, അവരുടെ പെർഫോമൻസിന്റെ റിസൾട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ് ആണ്. എന്നുവെച്ചാൽ ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ഏതൊക്കെ ആളുകളെയാണ് വേണ്ടത്, ഏതൊക്കെ വേക്കൻസിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ ടാലന്റ് മാനേജ്മെന്റിന്റെ ആ ഒരു പ്രോസസ്, അതിന്റെ ഒരു മോഡലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പ്ലാനിങ്, അട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബൈ ഓഫറിംഗ് സാലറി, മോർ ഇൻസെന്റീവ്സ്, ഒരുപാട് എന്താ പറയാ നല്ല സാലറി ഓഫർ ചെയ്ത് നല്ല നല്ല അഡീഷണൽ ആയിട്ടുള്ള അലവൻസുകളോ ഇൻസെന്റീവ്സോ ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അട്രാക്ഷൻസ് ആ ഓർഗനൈസേഷന്റെ എന്താ പറയാ നിലയും അതുപോലെ തന്നെ അതിന്റെ ഗുഡ് വില്ലും മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആളുകൾ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യണം. അതുപോലെ തന്നെ സെലക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്താൽ മാത്രം പോലെ കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് ദ ടാലന്റഡ് വൺസ്. അല്ലെ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. അവരെ സെലക്ട് ചെയ്തതിനു ശേഷം വി ഹാവ് ടു ബ്രിങ് ദം സം ഡെവലപ്മെന്റ്സ്. അവർക്ക് ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മളിപ്പോ ജോലിക്ക് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു ഡു ഓൾ ദ തിങ്സ്. അവിടുത്തെ നമുക്ക് തരുന്ന ജോലിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്സ്, ചില ജോലിക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ ടാലന്റ് നമുക്ക് മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്ത് മോൾഡ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അതൊരു ശരിക്കും പറഞ്ഞ ഒരു കരിയർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ആ ഡെവലപ്മെന്റിലൂടെ എന്ത് ചെയ്യണം, ആ ഡെവലപ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റിറ്റെയിൻ ദം. അങ്ങനെ ഡെവലപ്ഡ് ആക്കി കൊണ്ടുവന്ന നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് അവിടെ റിറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം അല്ലെ. ദെൻ ട്രാൻസിഷനിങ് ആണ്. ട്രാൻസിഷനിങ് എന്ന് പറഞ്ഞാൽ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മളുടെ ഓർഗനൈസേഷന്റെ കൾച്ചറിലേക്ക്, ഓർഗനൈസേഷന്റെ നീഡ്സിനനുസരിച്ച് ദേ ഹാവ് ടു ബി ട്രാൻസ്ഫോംഡ്, അവരെ മാറ്റണം. അപ്പൊ ഈ ഒരു മോഡലാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട്
TM മോഡൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബ്രിങ് ബെറ്റർ റിസൾട്ട്സ്, നല്ല പെർഫോമൻസ് റിസൾട്ട് ആയിരിക്കും അതിൽ നിന്ന് ഉണ്ടാകുക. ഈ രീതിയിൽ നമ്മൾ ഒരു മോഡല് കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് അവരുടെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ദേ ഹാവ് ടു പ്ലാൻ, അട്രാക്ട്, സെലക്ട്, ഡെവലപ്പ്, റിട്ടൈൻ ആൻഡ് ഓൾസോ ട്രാൻസിഷനിങ് ഓഫ് എംപ്ലോയീസിന്റെ ഈ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ അവര് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അതിന്റെ കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മനസ്സിലായോ? ഈ ചാർട്ടും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഒരു എന്താ പറയാ, ആന്റി ക്ലോക്ക് വൈസിലുള്ള ഒരു ചക്രം പോലെയാണ് കേട്ടോ. ഇത് വീണ്ടും പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ട്രാൻസിഷൻ നടന്നു, വീണ്ടും വി ഹാവ് ടു പ്ലാൻ, വീണ്ടും വേക്കൻസീസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ പ്ലാനിങ് നടത്തണം, അട്രാക്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രോസസ് ഇങ്ങനെ ചക്രം പോലെ ആന്റി ക്ലോക്ക് വൈസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് വെച്ചേക്കാം. ആ ഒരു TM മോഡലിന്റെ കോൺസെപ്റ്റുകള് നമുക്ക് ഇവിടെ ഒരു ചാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോ ഇതുപോലെ തന്നെ ചിലപ്പോ ഇത് തന്നെ തന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പൊ വരുന്നതാണ് അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചില്ല. മനസ്സിലായോ? TM മോഡൽ മനസ്സിലായോ? ഓക്കെ. ഇനി ഇതെന്താണ് ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ വന്നിരിക്കുന്ന ഈ 6 എന്താ പറയാ മോഡലിന്റെ പ്രോസസ് മോഡല് എന്താണെന്ന് ഓരോന്നോരോന്നവിടെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഇതിനകത്തൊക്കെ വരിക, പ്ലാനിങ്ങിൽ എന്താണ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ അട്രാക്ടിങ്ങിൽ എന്താണ്, സെലക്ഷനിൽ എന്താണ് വരിക, അതുപോലെ റിട്ടൈനിങ്ങില്, ഡെവലപ്മെന്റില്, അതുപോലെ ട്രാൻസിഷനിൽ ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഉണ്ട് അവിടെ. അപ്പൊ അതും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും എന്താണ് പ്ലാനിങ്, എന്തിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു മോഡലിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് പ്ലാനിങ് ആണ്. എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചായിരിക്കും? ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ കുറെ വേക്കൻസി ഉണ്ട്, അത് എവിടെയൊക്കെയാണ്, എങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടത്, അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഏത് പൊസിഷനിലേക്കാണ് നമുക്ക് ഇപ്പൊ ആളുകളെ വേണ്ടത്, അപ്പൊ എവിടെയാണ് വേക്കൻസി ഉള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ വേണം, അതിനെ ആദ്യം തന്നെ മനസ്സിലാക്കുക. വെറുതെ കുറെ എംപ്ലോയീസിന് വേണമെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഏത് ഡിപ്പാർട്ട്മെന്റില്, അപ്പൊ എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ, എന്ത് കാര്യം ചെയ്യിപ്പിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. സോ ഐഡന്റിഫൈങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് വരുമ്പോൾ കൊടുക്കേണ്ട ജോലി എന്താണ്, it have to be developed. Developing job description. ഇപ്പൊ നമുക്കൊരു വേക്കൻസി ഉണ്ട്, ആ വേക്കൻസിയിൽ വരുന്ന ആൾക്ക് ചെയ്യിപ്പിക്കേണ്ട ജോലി എന്താണ്, അപ്പൊ അതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, ആ ജോലിയെ കുറിച്ചൊരു വിവരണം, എന്താണ് ആളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ആ കൊടുക്കുന്ന ജോലിയിൽ ആൾ എന്തൊക്കെ ചെയ്യണം, അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കണം. സോ അങ്ങനെയുള്ള ഒരു ജോബ് ഡെവലപ്മെന്റ് ഡിസ്ക്രിപ്ഷൻ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ കീ റോൾസ്, ആള് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ, ഓൾ തിങ്സ്. ഇപ്പൊ ഒരു വേക്കൻസി വരുമ്പോ ആ വേക്കൻസി ഫിൽ ചെയ്യാനുള്ള എങ്ങനെയുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ, അവർ ജോലിക്കായിട്ട് വരുമ്പോൾ കൊടുക്കാൻ അവർ ചെയ്യേണ്ട ജോലികൾ, അവരുടെ കീ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിനെയാണ് നമ്മള് ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. ജോബ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ എനിക്ക് അതൊക്കെ പറഞ്ഞു തരണം. അത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആ വരുമ്പോഴല്ല തരേണ്ടത്, അതിന് മുമ്പേ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നെ ഇതൊക്കെയാണ് ഇയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടത്, അത് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വെക്കുക. അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. പിന്നെ പ്രൊപ്പോസിംഗ് എ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ അങ്ങോട്ട് നിയോഗിക്കുക. അപ്പൊ നിങ്ങളാണ് ഇനി റിക്രൂട്ട് ചെയ്യേണ്ടത്, ഇന്ന ഹ്യൂമൻ ക്യാപിറ്റലാണ് വേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട ജോലി ഇതാണ്. അപ്പൊ യു ഹാവ് ടു ഡു ദ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഫോഴ്സിനെ അതങ്ങനെ ഏൽപ്പിക്കുക. മനസ്സിലായി? വർക്ക് ഫോഴ്സ് 2, 3, 4 പേരടങ്ങുന്ന ഒരു ടീമിനെ അങ്ങോട്ട് കൊടുക്കുക ഈ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. സോ ഇതാണ് പ്ലാനിങ് സ്റ്റേജിൽ നടക്കുക. ആദ്യത്തെ TM മോഡലിന്റെ അല്ലെങ്കിൽ ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡലിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യം? ഐഡന്റിഫൈങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, പിന്നെ ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് കീ റോൾസ്, then proposing workforce
പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? 3 പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പ്ലാനിങ്ങിൽ വരുന്ന 3 ബുള്ളറ്റ് ഇട്ടിരിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക എന്ന് വേണമെങ്കിൽ ചോദിക്കും. ആ 3 പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്യോ ടിക്ക് ഇടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഐഡന്റിഫൈങ്, ഡെവലപ്പിംഗ്, പ്രൊപ്പോസിംഗ് എന്ന് മാത്രമല്ല, അത് ഫുൾ സെന്റൻസ്. ഐഡന്റിഫൈ ചെയ്യാൻ ആരെ ഐഡന്റിഫൈ ചെയ്യണം? ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യണം. എത്ര ആളുകൾ വേണം, എങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടത് പുതിയതായിട്ട്, അതൊക്കെ ആ ഹ്യൂമൻ ക്യാപിറ്റൽ എന്തോരം വേണം അതിനെ കുറിച്ച് ഉള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് വേക്കൻസീസ്, എത്ര വേക്കൻസി ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വേക്കൻസി, എത്ര അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് വേണ്ട ജോലിയാണോ, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുക്കേണ്ട ജോലി, അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ജോലിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിനുശേഷം ആ ആളുകള്, അത്രയും ആളുകളെ നമുക്ക് ആ വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തണം. ആ റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു വർക്കിംഗ് ഫോഴ്സിനെ, ഒരു വർക്ക് ഫോഴ്സ് മീൻസ് ഒരു ടീമിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. നിങ്ങളാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് പുതിയ വേക്കൻസീസ് ഉണ്ട്, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇത്തരം ക്വാളിഫിക്കേഷൻസ്, ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളെയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് കൊടുക്കാനോ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആ വർക്ക് ഫോഴ്സ് ആയിരിക്കും ചെയ്യുക. അപ്പൊ അതിന് അവരെ അറിയിക്കാൻ. മനസ്സിലായല്ലോ പ്ലാനിങ്ങിലെ 3 സി ആഫ്റ്റർ പ്ലാനിങ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ പ്ലാനിങ്ങില് എന്താ പറയാ, വർക്ക് ഫോഴ്സിനെ ഏൽപ്പിച്ചു. റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിച്ചു. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്ടിങ് ആണ്. അട്രാക്ടിങ് എന്താണ്? അട്രാക്ടിങ് മീൻസ് ടു ഡിറ്റർമിൻ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്ക് എവിടെ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുക എന്നുള്ളത് അടുത്തതായി ചിന്തിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് ഇന്റേണൽ സോഴ്സിംഗ് തന്നെ വേണോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. അതായത് when a vacancy arises in an organization, first of all that organization will search for the talented people within the organization. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ട്, ഇപ്പൊ ഇവിടെ എന്തെങ്കിലും വേക്കൻസി വിചാരിക്കാം, ഇപ്പൊ ടീച്ചർ പോസ്റ്റിലോ. അപ്പൊ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെയുള്ള നിലവിലുള്ള ടീച്ചേഴ്സ് തന്നെ കേപ്പബിൾ ആണോ, അത് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമ്മൾ അത് ആദ്യം ആലോചിക്കും. അത് അപ്പൊ അവിടെ നിന്ന് തന്നെ വിതിൻ ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ നമ്മളൊരു വേക്കൻസി ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ, അതിനെയാണ് നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത് എന്നർത്ഥം. മനസ്സിലായോ? അതല്ല എങ്കിൽ ഇല്ല, ഇവിടെ നമുക്ക് അതിന് പറ്റിയ ആൾക്കാരില്ല, ആ ഒരു ഇത് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് പറ്റിയ ആ ജോലി ചെയ്യാൻ പറ്റിയ ആളുകൾ ഇവിടെ ഇല്ല. സോ വി ഹാവ് ടു സെർച്ച് ഫോർ റിക്രൂട്ട്മെന്റ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തുനിന്നുള്ള ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതാണ് നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടു ഫിൽ ദാറ്റ് വേക്കൻസീസ്, ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് എങ്ങനെ നടത്താൻ പറ്റും, അതിന്റെ സോഴ്സ് എന്താണ്, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. അതാണ് അട്രാക്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ അട്രാക്ടിങ്ങില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ജോബ് പോർട്ടൽസ് ഒക്കെ ഉണ്ട്. ഈ ജോലിയൊക്കെ എന്താ പറയാ ഓഫർ ചെയ്യുന്ന ചില എന്താ പറയാ സൈറ്റുകൾ അല്ലെ, സൈറ്റുകളുണ്ട്. Naukri.com, times.job.com, പിന്നെ സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ട്. അത് ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇതിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം. ഇതൊക്കെ കൂടുതലും ജോലി സംബന്ധിച്ചിട്ടുള്ള സൈറ്റുകളാണ്. അപ്പൊ അത് സോഷ്യൽ നെറ്റ്വർക്കും ഉണ്ട്, ജോബ് പോർട്ടലും ഉണ്ട്. ഇപ്പൊ രണ്ടിടത്തൊക്കെ നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതെ ജോബ് പോർട്ടൽസ് എക്സ്റ്റേണൽ ആണ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയിലും ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ വിഭാഗം ഉണ്ട്, അതുപോലെ മറ്റ് എന്താ പറയാ PROs ഉണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ ആ വേക്കൻസി ഫിൽ ചെയ്യാൻ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റും ഇഫ് ദേ ആർ കേപ്പബിൾ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഒരു കഴിവ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, ടാലന്റഡ് ആണ് ആളുകൾക്ക്. ജോലി സ്ഥലത്ത് വേറെ എന്തെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ടാലൻസിൽ നിന്ന് ഈ ഒരു ജോലി കൂടി ചെയ്യാൻ പറ്റിയ ആളുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്താം. അങ്ങനെ ആളെ പിടിച്ചിട്ട് അവിടെ ആ ജോലി കൂടി ഏൽപ്പിക്കാം. മനസ്സിലായോ? അങ്ങോട്ട് മാറ്റിയിടാം ആളുടെ ആ ജോബ്. മനസ്സിലായോ? അതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, അകത്തുനിന്ന് തന്നെ. അതേസമയം പുറത്തുനിന്നാണെങ്കിൽ നമ്മൾ പുറത്ത് ഏതെങ്കിലും സൈറ്റുകളിൽ നിന്നോ നമ്മളിങ്ങനെ എന്താ പറയാ ഇതിന്റെ വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും.
ഈ പറഞ്ഞ പോലെ ജോബ് പോർട്ടൽസിലോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്സിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഇന്ന ഓർഗനൈസേഷനിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വൈൽ സീയിങ് ദിസ്, ഈ ഇതൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കയറി നോക്കുന്ന സ്ഥലമാണ്. കാരണം ഈ പറയുന്നിടത്തൊക്കെ ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് കാണാറുണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ട് അവരെടുത്തിട്ട് ആപ്ലിക്കേഷനും റെസ്യൂമെ ഒക്കെ സെൻഡ് ചെയ്യും. സോ ഇഫ് ദേ ആർ എലിജിബിൾ, അവരുടെ എലിജിബിലിറ്റി ഒക്കെ നോക്കി അവർക്ക് കിട്ടുകയാണെങ്കിൽ ഇവർ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷനിൽ ജോലി കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അതൊക്കെ പുറത്തുള്ളതാണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റുകളാണ് ഈ പറഞ്ഞ ജോബ് പോർട്ടൽസും സോഷ്യൽ നെറ്റ്വർക്സും. അതിന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണേ. അട്രാക്ടിങ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ വെദർ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഷുഡ് ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. അത് ആ ഒരു അത്രയും ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ആ രണ്ട് ഉത്തരേഖ അത് അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അട്രാക്ടിങ്ങിന്റെ എക്സ്റ്റേണൽ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ ആ രണ്ട് എക്സാമ്പിൾസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ജോബ് പോർട്ടൽസിന് എക്സാമ്പിൾസ് ചോദിക്കാം, സോഷ്യൽ നെറ്റ്വർക്സിന് എന്താ പറയാ എക്സാമ്പിൾ ചോദിക്കാം. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. അടുത്തത് പറഞ്ഞോട്ടെ, അടുത്തത് സെലക്ടിങ് ആണ്. സെലക്ടിങ് ഇനി എന്താ, നമുക്കപ്പോ ഇങ്ങനെ ഏതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്സിൽ നിന്നോ അല്ലെങ്കിൽ ജോബ് പോർട്ടൽസിൽ നിന്നോ ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ വി ഹാവ് ടു സെലക്ട് ഫ്രം ദാറ്റ് ആപ്ലിക്കേഷൻസ് ഓർ റെസ്യൂമേഴ്സ് ടാലന്റഡ് ഇൻഡിവിജ്വൽസ്. നമുക്കപ്പോ അതിൽ നിന്ന് എന്ത് ചെയ്യണം, പേഴ്സണൽസിനെ, ജോലിക്കാരെ നമുക്ക് സെലക്ട് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്താണ്, എങ്ങനെ നമുക്ക് സെലക്ഷൻസ് നടത്താം. ത്രൂ റിട്ടേൺ ടെസ്റ്റ് ഓർ ഇന്റർവ്യൂസ് അല്ലെ. ചിലപ്പോൾ ബോക്സ് രണ്ടും ഉണ്ടായിരിക്കും, ചിലപ്പോൾ 8 പരീക്ഷ ആയിരിക്കും, ചിലപ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഇത് രണ്ടുമുള്ള സെലക്ഷൻസ് ഉണ്ട് ഇല്ലേ. പരീക്ഷകൾ നടത്തിയിട്ട് സെലക്ട് ചെയ്യും, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്യും. ഇത് രണ്ടും ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊക്കെ അവരുടേതായ രീതി അനുസരിച്ച് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഒരുപോലെയല്ല എന്താ പറയാ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത്. അതിൻ്റെതായ രീതി ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മളുടെ ഇതില്ലേ എന്താ പറയാ നമ്മളുടെ തൊഴിൽ രീതിയില്, അതുപോലെ തന്നെ തൊഴിൽ വാർത്ത എന്ന് പറയുന്ന പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ജോബുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാ കണ്ടെത്താം. PSC വഴിയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതിനകത്തൊക്കെ എങ്ങനെ പരീക്ഷ വരുന്ന എന്താ പറയാ സെലക്ഷൻസ് നടക്കുന്നത്? നമ്മൾ ഇന്റർവ്യൂസ് മാത്രമല്ല, ഇന്റർവ്യൂസിനേക്കാളും കൂടുതൽ മറ്റ് റിട്ടേൺ ടെസ്റ്റുകളാണ് അല്ലെ, പരീക്ഷകളാണ്. അപ്പൊ PSC എക്സാംസ് എഴുതണം, അതില് നമ്മൾ ജയിക്കണം. പിന്നീട് ഓരോ കാറ്റഗറി അനുസരിച്ച് എന്ത് ജോലിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാറ്റഗറീസ് അനുസരിച്ച് അതനുസരിച്ച് വേറെ ടെസ്റ്റ് ഉണ്ടാവും. ചിലതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവില്ലേ, ശാരീരികമായിട്ടുള്ള പരിശോധനകള്. പോലീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് കൂടാതെ മറ്റേ ഇന്റർവ്യൂസ് ഒക്കെ കൂടാതെ നമുക്ക് ഫിസിക്കൽ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിക്കും ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അല്ലെ. അതൊക്കെ ഉണ്ട്. അപ്പൊ അത് അറേഞ്ച് ചെയ്യുക. സ്കെഡ്യൂളിംഗ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്, റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂസോ എന്തൊക്കെയാണോ അതിലൊക്കെ ചാർട്ട് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ ഏത് ദിവസം നടത്തുന്നു എന്നുള്ളതൊക്കെ. ആൻഡ് ഓൾസോ സ്യൂട്ടബിൾ ആയിട്ടുള്ള, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അക്കോർഡിംഗ് ടു ദർ പ്രൊഫൈൽ, അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ എന്താ പറയാ നല്ല രീതിയിൽ പരിശോധിച്ച് വിലയിരുത്തി എടുക്കുക. സ്ക്രൂട്ടനൈസിംഗ് ആണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വിദഗ്ധമായ പരിശോധനയാണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കണ്ടെത്തണമെങ്കിൽ നമ്മളിങ്ങനെ വളരെ കെയർലെസ് ആയിട്ടാണ് എങ്കിലും കിട്ടിയാൽ മതി, അങ്ങനെയല്ല അല്ലെ. എല്ലാ ഈ പറയുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഒബ്ജക്റ്റീവ്സും ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. സോ അക്കോർഡിംഗ് ടു ദയർ പ്രൊഫൈൽ, അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് അതിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സ്ക്രൂട്ടനൈസിലൂടെ കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് സെലക്ഷൻ അല്ലെങ്കിൽ സെലക്ടിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ പേഴ്സണൽസ്. മനസ്സിലായോ? ഇതൊക്കെ ഓരോന്നിലും വരുന്ന പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്. സെലക്ടിങ്ങില് എന്തൊക്കെയാ വരിക? scheduling written test and interviews, scrutinizing the most suitable candidate for the profile. Underline ചെയ്യാൻ രണ്ട് പോയിന്റ്. അട്രാക്ടിങ് കഴിഞ്ഞു, സെലക്ടിങ് കഴിഞ്ഞു. അടുത്തത് ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്പിംഗ് എംപ്ലോയീസിനെ എങ്ങനെയാ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ്
ഈ ഒരു സ്റ്റേജിൽ വി ആർ പ്രൊവൈഡിങ് ദ ട്രെയിൻഡ് എംപ്ലോയീസിനെയാണ് വേണ്ടത് അല്ലെ. നന്നായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഹാവ് ടു ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ആ ട്രെയിനിങ്ങിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ സ്റ്റെപ്സ് പറയുന്നുണ്ട്. carrying out an onboarding program or an orientation program. അപ്പൊ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഓറിയന്റേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടത് എന്താ പറയാ ബോർഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം. ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസിന്റെ സ്കില്ല് ടാലന്റ് ഒക്കെ കുറച്ചുകൂടി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓൺ ബോർഡിംഗ് പ്രോഗ്രാംസ്. പിന്നെ അവരുടെ സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫിഷ്യൻസി, അവരുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന ഇതിനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു പ്രൊഫൈൽ ഉണ്ട്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്യൂമിൽ ഇതെല്ലാം വളരെ റിഫ്ലക്ട് ചെയ്യും. ആ പ്രൊഫൈൽ അനുസരിച്ചുള്ള ഇവരുടെ സ്കില്ലിനെയും അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ഡെവലപ്മെന്റിലൂടെയാണ് അത് പറ്റുക കേട്ടോ, അവരുടെ സ്കില്ലൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ. പിന്നെ അതനുസരിച്ച് ദേ ഹാവ് ടു ബി ഗിവൺ പ്രോപ്പർ ഗൈഡിങ്, കൗൺസിലിംഗ്, കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ. ഇതൊക്കെ എംപ്ലോയീസിന് തീർച്ചയായിട്ടും കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് ഡെവലപ്മെന്റിലാണ് ഇതൊക്കെ വരിക. മനസ്സിലായി? എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കുക. അവർക്ക് പ്രോപ്പർ ഗൈഡൻസ്, കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ആവശ്യം വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് തുടങ്ങി ഇങ്ങനെ പഠിപ്പിക്കാന്നുള്ളതല്ല, ആ ജോബിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. മെന്ററിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആൻഡ് എന്താ പറയാ മെന്റൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം ചെയ്യിപ്പിക്കുന്നു കേട്ടോ. ആ ബോറടി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജോബ് റൊട്ടേഷൻ ഒക്കെ നമുക്ക് നേരത്തെ കേട്ടിട്ടുണ്ട്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, വി ബിക്കം ടയേർഡ് അല്ലെ, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, ബോറടിക്കും അല്ലെ, ആവർത്തന വിൽസനം തോന്നും അല്ലെ. അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അവരതൊക്കെ മാറ്റി കുറച്ചുകൂടി വേറെ ജോലിയൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ജോലിയും കൂടി ചെയ്ത് അവർക്ക് ഡെവലപ്ഡ് ആകാൻ പറ്റും. ജോബ് റൊട്ടേഷനിലൂടെ അത് നമുക്ക് എന്താ പറയാ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആയോ? ഡെവലപ്പിംഗ് ഒന്ന് വായിച്ചു നോക്കാമോ? ഡെവലപ്പിംഗില് അപ്പൊ എന്തൊക്കെയാ വരാമെന്ന് ആ 3 പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. 3 പോയിന്റ് അറ്റം വരെ വേണ്ട. ക്യാരിയിങ് ഔട്ട് ആൻഡ് ഓൺ ബോർഡിംഗ് പ്രോഗ്രാം, അത്രയും മതി. 2ാമത്തെ പോയിന്റില് എൻഹാൻസിങ് സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സണൽ, അത്രയും മതി. പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സണൽ വരെ മതി കേട്ടോ. അടുത്തതില് കൗൺസിലിംഗ്, ഗൈഡിങ്, കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ, അത് ഫുള്ള് വേണം. ഡെവലപ്പിംഗിലെ ആ 3 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അടുത്തത് എന്താണ്? അപ്പോ നമ്മുടെ സെലക്ഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ അട്രാക്ടിങ്, സെലക്ഷൻ, പിന്നെ ഡെവലപ്പിംഗ് അത് കഴിഞ്ഞു. അടുത്തത് വരുന്നത് റീറ്റെയിനിങ് ആണ്. ടാലന്റഡ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞ ആൾക്കാരെ, അത്തരം എംപ്ലോയീസിനെ, പേഴ്സണൽസിനെ വി ഹാവ് ടു റീറ്റെയിൻ ദം. ദാറ്റ് ഈസ് ഫോർ ഓർഗനൈസേഷണൽ എക്സിസ്റ്റൻസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ അവിടെ എംപ്ലോയീസ് തീർച്ചയായിട്ടും റീറ്റെയിൻ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിട്ടേൺ ചെയ്യുമ്പോൾ എംപ്ലോയീസ് കയറി ഒരാഴ്ച കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു അടുത്ത് ഇട്ടിട്ട് പോയി. അത് അങ്ങനെ എല്ലാ വരുന്ന എംപ്ലോയീസ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷൻ എന്തെങ്കിലും പോരായ്മയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസിന് എംപ്ലോയീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എംപ്ലോയീസിന്റെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അവരവിടെ നിർത്താൻ നമുക്ക് പറ്റണം. ഹൗ? അതെങ്ങനെ പറ്റും? എങ്ങനെയാണ് എംപ്ലോയീസിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുക?
ഒരു വന്ന എംപ്ലോയീസ് എന്നേക്കും എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലോ അവർ ഇപ്പൊ എന്താ പറയാ ഒരു ഏജ് ഒക്കെ ഉണ്ട്, നമുക്ക് ആ ഏജ് വരെയൊക്കെ നമുക്ക് അവിടെ നിൽക്കണം. വരുമ്പോ തുടങ്ങി അയ്യോ എനിക്ക് തീർത്തിട്ട് വേറെ സ്ഥലത്ത് പോകണം എന്നുള്ള ചിന്തയായിട്ട് വരാതെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് ഒരു എംപ്ലോയിക്ക് തോന്നണം അല്ലെ. അപ്പൊ അത് തോന്നണമെങ്കിൽ, തോന്നിപ്പിക്കണമെങ്കിൽ എങ്ങനെയാണത് പറ്റുക? ഹൗ ക്യാൻ ബി റിട്ടൈൻ ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ? അതിന് വേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ദീസ് ആർ ദ ഫോളോയിങ് വേസ് ഓഫ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്സ് അല്ലെ. ജോലിയിൽ വന്നപ്പോ തുടങ്ങി എവിടെയാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതേ പൊസിഷനിൽ തന്നെ 25 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ തന്നെ കിടക്കുന്നു, 30 കൊല്ലം കഴിഞ്ഞിട്ടും അതേ പൊസിഷനിൽ തന്നെ ജോലി ചെയ്യുന്നു അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് തോന്നും. നമ്മൾ വന്ന കാലം തൊട്ട് ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി നീഡ് സം പ്രൊമോഷൻ. തീർച്ചയായിട്ടും നമുക്ക് പ്രൊമോഷൻ ഈ എന്താ പറയാ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പൊ ആ പ്രൊമോഷൻസ് കൊടുക്കേണ്ട സമയത്ത് പ്രൊമോട്ട് ചെയ്യുക, സാലറി ഇൻക്രിമെന്റ് വരുന്ന സമയത്ത് സാലറി ഇൻക്രിമെന്റ് കൊടുക്കുക. 10 വർഷം മുമ്പ് കിട്ടിയ സാലറി തന്നെ ഇപ്പോഴും കൊടുത്തോണ്ടിരുന്നാൽ അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്താൽ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും പണത്തിന്റെ മൂല്യം അങ്ങനത്തെ കുറഞ്ഞു വരികയാണ് അല്ലെ. കാശ് എന്തോരം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോ അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ എല്ലാവരുടെയും എന്താ പറയാ ബെറ്റർ ആക്കണം. സോ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്താലേ പറ്റുള്ളൂ. പ്രൊമോഷനും ഇൻക്രിമെന്റുകളും കൊടുത്ത് നമുക്ക് എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റും. ചില ഓർഗനൈസേഷനുണ്ട്, എനിക്ക് അവിടെ വേറെ ജോലി ഉണ്ട് സാറേ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റിനോട് പറയുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യും? കുറച്ചുകൂടി സാലറി കൂട്ടി ഓഫർ ചെയ്യും. ഇഫ് ദേ ആർ ടാലന്റഡ്. എങ്ങനെ ഓഫർ ചെയ്യുള്ളൂ? അവരുടെ ടാലന്റ് അനുസരിച്ചിട്ടാണ്. അത്രയും നല്ലൊരു ജോലിക്കാരൻ ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കാം. ഹ്യൂമൻ ക്യാപിറ്റലാണ്, മൂലധനമായിട്ടുള്ള ആ ക്യാപിറ്റലാണ് അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകുന്നത്. അപ്പൊ ആ ആളുടെ ടാലന്റ് നമുക്ക് ഇനിയും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഓഫർ പോകും. തീർച്ചയായിട്ടും സാലറി കൂടുതൽ പറയും അല്ലെ. 10 രൂപ കൂട്ടി തരാം, അല്ലെ എന്താ പറയാ 20 രൂപ കൂട്ടി തരാം, അങ്ങനെയൊക്കെ അത് പറയാറുണ്ട്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിലേ കൊടുക്കുള്ളൂ. അപ്പൊ ആ ടാലന്റ് അനുസരിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ പ്രൊമോഷൻ ഇൻക്രിമെന്റ് ക്യാൻ റിട്ടൈൻ ദ എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാൻ ഒരു കാര്യമാണ്. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഗ്രോത്ത്. ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസിന് വളരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. അവർക്ക് വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. നീ ഇന്ന പൊസിഷനിലാക്കുന്ന ആൾ ജോലി ചെയ്ത് നീ ഇന്ന കാര്യം ചെയ്തിട്ട് നീ ഒരു അടുത്ത പോസ്റ്റിലേക്ക് മാറാൻ നോക്ക്. ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ആ ഒരു ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും അവരെ നിഷേധിക്കരുത്, അവർക്കത് ഓഫർ ചെയ്യാം. പിന്നെ പാർട്ടിസിപ്പേറ്റീവ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അവർ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക. സോ ദേ ഫീൽ, അവരെന്ത് ഫീൽ ചെയ്യും? അവർക്ക് നമ്മളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ വരും. സോ അങ്ങനെ വരുമ്പോൾ അത്തരം എംപ്ലോയീസ് അവര് എന്നും ഇവിടെ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ പാർട്ടിസിപ്പേറ്റിംഗ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ. ടീച്ചിങ് ന്യൂ ജോബ് സ്കിൽസ്. പുതിയ രീതിയിൽ ഇപ്പൊ ഒരു ജോലി ഏതൊക്കെ രീതിയിൽ പണ്ട് ചെയ്തിരുന്ന രീതി അല്ലാണ്ട് പുതിയ മാറി വരുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് പണ്ടൊക്കെ മിക്ക കാര്യങ്ങളും മാനുവൽ ആയിട്ട് കണക്ക് കൂട്ടലുകള്, പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വലിയ ബുക്കുകളിൽ കണക്കുകളൊക്കെ ഇങ്ങനെ എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ നവഡേയ്സ് ഇന്ന് അതൊക്കെ മാറി, ആ കാലഘട്ടം മാറി. ഇന്ന് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. അത്രയും നാൾ വരെ നമ്മുടെ ബുക്കിൽ ഇങ്ങനെ എഴുതി കുത്തിപ്പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലൂടെ അവരെ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെ കൊണ്ടുകൂടി ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എംപ്ലോയിനെ കളയേണ്ടി വരില്ല, ആളെ തന്നെ നിർത്താം. അയ്യോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചെയ്യാൻ അറിയില്ല, സോ നിങ്ങൾ വേറെ ആളെ ഞങ്ങൾ പുതിയതെടുത്തോളാം, അങ്ങനെയാണോ പറയാ? അല്ല, നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെയും കൂടി നമുക്കത് ആ പുതിയ ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് അവരെ പഠിപ്പിച്ച് അവർ ന്യൂ ജോബ് സ്കിൽസ് ഒക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അത് കിട്ടുന്ന അവസരമൊക്കെ അങ്ങനെ ചെയ്താലും എന്ത് ഈ പുതിയ കാര്യം നമ്മൾ പഠിച്ചില്ലേ, അപ്പൊ നമ്മൾ അവരെ റിട്ടൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫേർട്സ്. അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കോൺട്രിബ്യൂഷനും എഫേർട്ടും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അതിനുള്ള പേയ്മെന്റുകളൊക്കെ കൊടുക്കുക. തീർച്ചയായിട്ടും അത്തരം എംപ്ലോയീസ് കിട്ടിയത് പോകില്ല, അതായിരുന്നു അവിടെ ഉണ്ടാവും. മനസ്സിലായോ? സോ ഇതാണ് എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങൾ. പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്സ്,
providing opportunities for growth, അത്രയും മതി. Participative decision making participate ചെയ്യുക. Teaching new job skills, പുതിയ job skills പഠിപ്പിക്കുക. Identifying the individuals contribution and efforts contribution ഒക്കെ individuals ന്റെ മനസ്സിലാക്കുക. Clear ആയോ? മനസ്സിലായോ? Retaining 5 പോയിന്റ് മാർക്ക് ചെയ്യണേ. റിട്ടൈനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. റിട്ടൈനിങ്ങിൽ വരുന്നത് ഏതാണ്, ഡെവലപ്പിംഗിൽ വരുന്നത് ഏതാണ്, അട്രാക്ടിങ്ങിൽ വരുന്നത് ഏതാണ്, അതാണ് ഇതിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഈ 5 എണ്ണത്തിനും 6 ചോദിക്കും. ഇത് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഏതിൽ വരുന്നതാണെന്നൊക്കെ ചോദിക്കും. ഇപ്പൊ പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ് ഏതിലാണ് വരിക, നമ്മുടെ TM മോഡലിന്റെ ഏതിലാണ് വരിക എന്നൊക്കെ ചോദിക്കും. അപ്പൊ അറിയണം അത് ഡെവലപ്പിംഗിലാണ്, സോറി റിട്ടൈനിങ്ങിലാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം, വായിച്ചു നോക്കാം. ട്രാൻസിഷനിങ്, അടുത്തത് ട്രാൻസിഷനിങ് മീൻസ് ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനമാണ്. അതായത് എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള പരിവർത്തനമാണ്. ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്, ഒരു ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ആകെ മൊത്തം ടോട്ടൽ ഒരു ട്രാൻസ്ഫോം ആണ്. അതാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് വെച്ചാൽ എംപ്ലോയീസ് വന്നപ്പോ എങ്ങനെയാണ് അത് മുതലേ പോകുന്നോടെ വരെ ഒരേ രീതിയിൽ ഇരിക്കാതെ they have to transform, അവർക്ക് ഒരു മാറ്റം വരണം, പരിവർത്തനം വരണം എല്ലാ രീതിയിലും. ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസിലാകാം, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആകാം, ക്യാരക്ടർ ആകാം, അല്ലെ ബിഹേവിയർ ആകാം, പെർഫോമൻസ് ലെവൽ ആകാം, ഒരുപാടുണ്ട്. ഇതിലെല്ലാത്തിലും മാറ്റങ്ങൾ വരണം അല്ലെ. അതാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം. സോ ഹൗ ദേ ക്യാൻ ഒബ്റ്റെയിൻ സച്ച് ട്രാൻസിഷൻ, ഈ പറയുന്ന മാറ്റം പരിവർത്തനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, എന്താണ് ബെനിഫിറ്റുകൾ? റിട്ടയർമെന്റിനും സമയത്തും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ റിട്ടയർ ആയാലും നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചമുണ്ട് എന്നുള്ളത് എംപ്ലോയീസിന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂസ്, എക്സിറ്റ് ഇന്റർവ്യൂസ് പറഞ്ഞാൽ എന്താ, നിർത്തി പോകൂലേ, റിട്ടയർ ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ നടത്തുക, അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. എന്ന് വെച്ചാൽ ഹൗ ഡു ദേ ഫീൽ, ഇത്രയും നാൾ വർക്ക് ജോലി ചെയ്തിട്ട് ഈ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ ചിന്ത എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്താനുണ്ടോ പോകുന്ന സമയത്ത്, അങ്ങനെ അവരുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ. അപ്പൊ അത്തരം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻസ്, ഇനി ഇടയ്ക്കിടയ്ക്ക് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സുകളുടെ പല പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള പ്രൊമോഷൻസ്, ഇപ്പൊ ഒരു ജോലിക്കാരനെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്ക് വേറെ പ്രൊമോഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ there will be transformation in employees, എംപ്ലോയീസിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്, കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂസ്, സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻസ്. 3 ആ 3 കൂടാതെ ഈ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് എയിംസ് at the overall transformation of the employees to achieve organization vision. ഓർഗനൈസേഷന്റേതായ കാഴ്ചപ്പാടുകള് നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസില് മൊത്തത്തിലൊരു ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ആണ്, മൊത്തത്തിലൊരു പരിവർത്തനം ആണ് ഏത് ലക്ഷ്യമാക്കുന്നത്, ടാലന്റ് മാനേജ്മെന്റ് ലക്ഷ്യമാക്കുന്നത്. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ടാലന്റ് മാനേജ്മെന്റ്. ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്, എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള ഒരു പരിവർത്തനം. കാരണം അവരുടെ ടാലന്റുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് അവസരങ്ങളും കിട്ടുന്ന അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ TM മോഡലിന്റെ ഈ ഡയഗ്രാമിൽ തന്നിരിക്കുന്ന ആ പ്ലാനിങ്, അട്രാക്ടിങ്, സെലക്ടിങ്, ഡെവലപ്പിംഗ്, റിട്ടൈനിങ്, ട്രാൻസിഷനിങ് എന്ന് പറയുന്നതിന്റെ ഓരോ പടിപടിയായിട്ട് അതിനകത്ത് ഓരോന്നിലും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ആ ഡയഗ്രാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ഓരോ രീതിയിലാണ് കേട്ടോ. പ്ലാനിങ്ങില് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു,
പിന്നെ വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു. അട്രാക്ടിങ്ങില് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണോ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണോ വേണ്ടതെന്ന് നിശ്ചയിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള അവർ സോഴ്സ് കണ്ടെത്തുന്നു. ആ സോഴ്സിനകത്ത് വരുന്നതാണ് ജോബ് പോർട്ടൽസ് ആയിട്ടുള്ള Naukri.com, TimesJob.com, അതുപോലെ സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ, ട്വിറ്റർ എന്നീ പോലെയുള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്നൊക്കെയാണ് റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്താൻ ഇന്നൊക്കെ കൂടുതലും ഇതാണ് ഉപയോഗിക്കുക. പിന്നെ സെലക്ഷൻ നടത്തുന്നത് സ്കെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്ന റിട്ടേൺ ടെസ്റ്റുകളോ ഇന്റർവ്യൂസോ വഴി, അതുപോലെ തന്നെ സ്ക്രൂട്ടനൈസിങ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ അവരുടെ പ്രൊഫൈലിൽ നിന്ന് തെരഞ്ഞെടുക്കും. പിന്നെ ഡെവലപ്മെന്റ് കൊടുക്കുന്നത് പ്രോഗ്രാമുകൾ, പ്രോഗ്രാം ഓൺബോർഡിംഗ് പ്രോഗ്രാം, ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് അവരുടെ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്ത് വേണ്ട കൗൺസിലിംഗ്, ഗൈഡിങ്, കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ ഒക്കെ ചെയ്തിട്ട് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് വൺ റിട്ടൈനിങ് ആണ്. വന്ന എംപ്ലോയീസിനെ വരുന്നേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം. അവരെ പിടിച്ചു നിർത്താൻ വേണ്ട ചില കാര്യങ്ങളാണ് പ്രൊമോഷനും ഇൻക്രിമെന്റുകളും, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, teaching new job skills and identifying the individual's contribution and efforts. And the last transitioning ആണ്, overall transmission of employees ആണ്, overall transformation of employees ആണ്. അത് മാറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത്, കൂടാതെ കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂസ്, പിന്നെ സക്സസ്ഫുൾ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻസ്. ഇതിലൂടെ ക്ലിയർ ആയോ? ആ പോയിന്റുകള് ബോൾഡ് എന്താ പറയാ ബുള്ളറ്റ് ഒക്കെ എഴുതിയിരിക്കുന്ന പോയിന്റുകൾ ഓരോ സ്റ്റെപ്സിലും ഓരോന്നിലും വരുന്നതാണ്. അതുകൊണ്ട് അത് അങ്ങനെയാണ് പഠിക്കേണ്ട രീതി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ആ ഡയഗ്രാമില് 6 എണ്ണത്തിന്റെ ആ ഒരു സർക്കിളിനകത്ത് കാണിച്ചിട്ടുണ്ട്, അതും ചോദിക്കും. PM മോഡലിനകത്ത് വരുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് അടുത്ത ഭാഗം. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. കുറെ കഴിഞ്ഞാൽ ബോറടിക്കും. അല്ലെങ്കിൽ തന്നെ ഗ്രീവാൻസ് പോലെ അത്ര എളുപ്പമുള്ള സാധനമല്ല, ടാലന്റ് മാനേജ്മെന്റ് ആയതുകൊണ്ടേ ആണ്. ഓക്കെ, സോ അടുത്ത ദിവസം ബാക്കി. ബൈ, താങ്ക് യു.